സിനിമകളുടെ തെരഞ്ഞെടുപ്പിൽ മമ്മൂട്ടിയെപ്പോലെ മലയാളികളെ സ്ഥിരമായി വിസ്മയിപ്പിച്ചിട്ടുള്ള താരങ്ങൾ കുറവാണ്, പ്രത്യേകിച്ചും സമീപകാലത്ത്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു അദ്ദേഹത്തിൻ്റെതായി ഏറ്റവും ഒടുവിൽ പുറത്തെത്തിയ കളങ്കാവൽ. നവാഗതനായ ജിതിൻ ഗേജു സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു സീരിയൽ കില്ലറാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം. സ്റ്റാൻലി ദാസ് എന്ന ഈ കഥാപാത്രം നായകനല്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയ വസ്തുത. ഈ മാസം 5-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് വൻ വരവേൽപ്പാണ് പ്രേക്ഷകർ നൽകിയത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സമഗ്രമായ ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തെത്തിയിട്ടുണ്ട്. 20 ദിവസത്തെ, അതായത് ഡിസംബർ 24 വരെയുള്ള വിവിധ മാർക്കറ്റുകളിലെ കളക്ഷൻ പ്രത്യേകം പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തെത്തിയിരിക്കുന്നത്. ഇത് പ്രകാരം ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നേടിയ ഗ്രോസ് 36 കോടി 20 ലക്ഷമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് 6 കോടി 85 ലക്ഷം. കേരളത്തിലേതിനെ മറികടക്കുന്ന കളക്ഷനാണ് ചിത്രം വിദേശ മാർക്കറ്റുകളിൽ നിന്ന് നേടിയത്, 39 കോടി 55 ലക്ഷം. കേരളത്തിലേതിനെ മറികടക്കുന്ന കളക്ഷൻ വിദേശത്ത് നേടുക എന്നത് അപൂർവമാണ്. എല്ലാ മാർക്കറ്റുകളിലേതും ചേർത്ത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളങ്കാവൽ 20 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് 82 കോടി 60 ലക്ഷമാണ്. ബജറ്റ് പരിഗണിച്ചാൽ ചിത്രം സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിൽ ഇതിനോടകം എത്തിയിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി സമീപകാലത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രൊമോഷൻ നടത്തിയ ചിത്രം കൂടിയാണിത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.